أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്ത് മുതൽ നമുക്ക് പഠിക്കാം. فَلَمَّا اعْتَزَلَهُمْ وَمَا يَعْبُدُونَ من دون الله وَهَبْنَا لَهُ إِسْحَاقَ وَيَعْقُوبَ وَكُلًّا جَعَلْنَا نَبِيًّا وَوَهَبْنَا لَهُم من رحمتنا وجعلنا لهم لسان صدق عليا. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ സംബന്ധിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയതും പിന്നീട് അദ്ദേഹം അള്ളാഹുവിൻ്റെ ശത്രുവാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ ഇസ്തിഗ്ഫാറിൽ നിന്ന് പിന്തിരിഞ്ഞതും നമ്മൾ മനസ്സിലാക്കി. അതുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ നിങ്ങൾ നോക്കിയിരുന്നോ? ഞാൻ അയച്ചിരുന്നോ? നോക്കാൻ പറഞ്ഞിരുന്നോ? ഞാൻ ചില ആയത്തുകളൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഏതൊക്കെയായിരുന്നു? അവിടെ എന്താ പറയുന്നേ? ഇസ്തിഗ്ഫാർ അദ്ദേഹം നടത്തിയിട്ട് പിന്നീട് ഖേദിക്കുന്നുണ്ട്. ഇവിടെ 47-ാമത്തെ ആയത്തിൽ, സൂറത്ത് മറിയമിലെ 47-ാമത്തെ ആയത്തിൽ ഇസ്തിഗ്ഫാർ നടത്താം താങ്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ഇറങ്ങിയത്. ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്തു. പക്ഷേ തൻ്റെ പിതാവ് അള്ളാഹുവിൻ്റെ ശത്രുവാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ആ ഇസ്തിഗ്ഫാറിൽ നിന്ന് പിന്തിരിഞ്ഞു. സൂറത്ത് തൗബയിൽ എത്രാമത്തെ ആയത്തായിരുന്നു? 113, 114. അതെ. പിന്നെ 48-ാമത്തെ ആയത്ത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ 49-ാമത്തെ ആയത്താണ് ഞാൻ ഓതി വച്ചത്. നമുക്ക് ആദ്യം അതിൻ്റെ പദാനുപദ അർത്ഥം ഒന്ന് നോക്കാം. ഫലമ്മ അഅ്തസലഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാ. ഫലമ്മ അഅ്തസലഹും, ഇഅ്തസലയാണ് വാക്ക്. ഇഅ്തസല, ഫലമ്മ ഇഅ്തസല. ഇഅ്തസല നേരത്തെ വന്നൊരു വാക്കാണ് കേട്ടോ. വെടിഞ്ഞു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇഅ്തസല, യഅ്തസിലു, വെടിഞ്ഞു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്നൊക്കെ ആ വാക്കിൻ്റെ അർത്ഥം. ഫലമ്മ അഅ്തസലഹും എന്ന് പറയുമ്പോൾ അങ്ങനെ അവൻ അവരെ വെടിഞ്ഞപ്പോൾ. ഇവിടെ അവൻ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അവരെ എന്ന് പറഞ്ഞാൽ ആ ജനസമൂഹത്തെ. ഫലമ്മ അഅ്തസലഹും, അങ്ങനെ അവൻ അവരെ വെടിഞ്ഞപ്പോൾ. ഫലമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ. ഇവിടെ ഹും എന്ന വാക്കുണ്ട്. ഹും എന്ന് പറഞ്ഞാൽ അവരെ. അവരെ എന്ന് പറഞ്ഞാൽ ആ ജനസമൂഹത്തെ.
വമാ യഅ്ബുദൂന അവർ ആരാധിക്കുന്നതിനെയും. ഇറാഖിലെ ജനങ്ങൾ തൻ്റെ പിതാവ് നേതൃത്വം കൊടുത്തുകൊണ്ട് ആരാധിച്ചു കൊണ്ടിരുന്ന വിഗ്രഹങ്ങളുണ്ട്. മിൻ ദൂനില്ല എന്ന പ്രയോഗം. മിൻ ദൂനില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൂടാതെ, അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിച്ചു കൊണ്ടിരുന്ന ദൈവങ്ങൾ ഏതൊക്കെയാണോ അതിനൊക്കെയും അദ്ദേഹം ഉപേക്ഷിച്ചു, നാട് വിട്ടു എന്നർത്ഥം. നാട് വിട്ടു കഴിഞ്ഞപ്പോൾ വഹബ്നാ ലഹു അദ്ദേഹത്തിന് നാം ദാനമായിട്ട് നൽകി. വഹബ്ന നാം ദാനമായിട്ട് നൽകി. ഇസ്ഹാഖ ഇസ്ഹാക്കിനെ, യഅ്ഖൂബ യഅ്ഖൂബിനെ. ഇസ്ഹാക്കിനെയും യഅ്ഖൂബിനെയും അലൈഹിസ്സലാം അലൈഹിമസ്സലാം ആ രണ്ട് മക്കളെ ദാനമായിട്ട് നൽകി. വഹബ്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കൽ നിന്ന് പ്രത്യേകമായിട്ട് നൽകപ്പെടുന്ന ദാനത്തെ, ഒരു സമ്മാനമായിട്ടൊക്കെ നൽകപ്പെടുന്ന ദാനത്തെയാണ് ഈ വഹബ എന്ന് പറയുന്നത്. അള്ളാഹു തൻ്റെ ഇഷ്ടദാസന് പ്രത്യേകമായിട്ട് നൽകുന്ന ഒരു ദാനത്തെ സംബന്ധിച്ചാണ് അറബിയിൽ വഹബ എന്ന് പറയുന്നത്. വഹബ്ന എന്ന് പറയുമ്പോൾ നാം ദാനമായിട്ട് നൽകി. ലഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്, ഇസ്ഹാഖ ഇസ്ഹാക്കിനെ നൽകി. യഅ്ഖൂബ യഅ്ഖൂബ് രണ്ടും ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുത്ത മക്കളാണ്. ഇബ്രാഹിം നബിക്ക് അള്ളാഹ് കൊടുത്ത മകനാണ് ഇസ്ഹാക്ക്. ഇസ്ഹാക്കിൻ്റെ മകനാണ് ആര്? യഅ്ഖൂബ്. വകുല്ലൻ എല്ലാവരെയും ജഅൽന നാം ആക്കിയിരുന്നു നബിയ്യ പ്രവാചകൻ. എല്ലാവരെയും, കുല്ലൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും, എല്ലാവരെയും നാം ആക്കിയിരുന്നു നബിയ്യ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ. ഇനി അടുത്ത ആയത്തോട് നോക്കാം. വഹബ്ന നേരത്തെ വന്നല്ലോ. വഹബ്ന എന്ന് പറഞ്ഞാൽ നാം ദാനമായിട്ട് നൽകി. ലഹും അവർക്ക്, മിർ റഹ്മത്തിന നമ്മുടെ കാരുണ്യത്തിൽ നിന്ന്, വജഅൽന നാം ഉണ്ടാക്കിക്കൊടുത്തു, ലഹും അവർക്ക്, ലിസാന സിദ്ഖ് അതൊരു ഒറ്റ വാക്കാണ്. ലിസാന സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൽകീർത്തി, പ്രശസ്തി എന്നൊക്കെ പറയും. പ്രശസ്തി എന്ന് പറഞ്ഞാൽ നല്ല പ്രശസ്തി, ഒരു മോശപ്പെട്ട പ്രശസ്തിയല്ല. അപ്പോൾ നമ്മൾ സാധാരണ പറയും സൽകീർത്തി എന്ന് പറയും. ലിസാന സിദ്ഖ്. അലിയ, അലിയ എന്ന് പറഞ്ഞാൽ ഉന്നതമായ സൽകീർത്തി നാം അവർക്ക് നമ്മുടെ പ്രത്യേകമായ കാരുണ്യത്തിൽ നിന്ന് അവർക്ക് ദാനമായിട്ട് നൽകി. അതായത് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന യഅ്ഖൂബ് നബി അലൈഹിസ്സലാം, അവരിലൂടെ ആ കുടുംബത്തിന്, ഇബ്രാഹിം കുടുംബത്തിന് സൽകീർത്തിയാണ് ഉണ്ടായത്, പ്രശസ്തിയാണ് ഉണ്ടായത്. ഇതാണ് ഈ രണ്ടായത്തിൻ്റെയും അർത്ഥം. ഇവിടെ ഈ സംഭവത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം നാട് വിട്ടു. നാട് വിടാൻ കാരണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ നാട്ടിൽ നിൽക്കാനായിട്ട് പിതാവ് സമ്മതിക്കുന്നില്ല. പിതാവ് ഇറക്കി വിട്ടു. പിതാവ് മാത്രമല്ല, അവിടുത്തെ ഭരണകൂടവും
ഭരണാധികാരികളും അവിടുത്തെ ജനങ്ങളും സംഘടിച്ചു. ആ നാട്ടിൽ നിൽക്കാനായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് സാധ്യമായില്ല. അങ്ങനെ അദ്ദേഹം ഇറാഖ് വിട്ട് ദേശത്യാഗം ചെയ്യാനായിട്ട് പിന്നീട് ശ്രമിക്കുന്നു. ഇറാഖ് വിട്ട് അദ്ദേഹം പല രാജ്യങ്ങൾ താണ്ടി, പല രാജ്യങ്ങൾ അഥവാ ജോർദാൻ, ഈജിപ്ത്, സിറിയ, പിന്നെ ഫലസ്തീൻ, ഇപ്പോഴത്തെ ഇസ്രായേൽ, പിന്നെ മക്ക, മദീന ഒക്കെ ഉൾപ്പെടുന്ന ആ പ്രദേശം, അവിടെയെല്ലാം അദ്ദേഹം ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. മാത്രമല്ല മനുഷ്യർ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം അദ്ദേഹം ചെന്നെത്തി എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത 2 അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുന്നു. ആ 2 അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചത് ദേശത്യാഗത്തിന് ശേഷമാണ് എന്ന് പറയുന്നു. ആ 2 അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഏതാണ്? ഇസ്ഹാക്കിനെയും യാക്കൂബ് നബിയെയും. അതെ, ഇസ്ഹാഖ് അലൈഹിസ്സലാം അതുപോലെ യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന 2 മക്കളെ, അതായത് ഇസ്ഹാഖ് നബിയാണ് നേർക്ക് നേരെയുള്ള മകൻ. ഇസ്മായിൽ അലൈഹിസ്സലാം ജനിച്ചിട്ട് ഏതാണ്ട് 14-13 ഒക്കെ വയസ്സ് പ്രായമായ ശേഷമാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ജനിക്കുന്നത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ 12 മക്കളിൽ ഒരു മകനാണ് പ്രവാചകനായിരുന്ന യൂസുഫ് അലൈഹിസ്സലാം. അപ്പോൾ ഇബ്രാഹിം നബിക്ക് അള്ള ചെയ്തു കൊടുത്ത ഒരു വലിയ അനുഗ്രഹം. ഈ അനുഗ്രഹം അള്ള എപ്പോഴാണ് ചെയ്തു കൊടുത്തത്? അദ്ദേഹം ദേശത്യാഗം. അപ്പോൾ ദേശത്യാഗത്തിന് മുമ്പാണ് ആര് ജനിക്കുന്നത്? ഇസ്മായിൽ. അതുകൊണ്ട് അവിടെ പറയാത്തത്, ഇവിടെ ആ ഇസ്മായിലിന് അള്ളാഹ് കൊടുത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ആയത്ത് വച്ചിട്ട് അതിൻ്റെ ആ ചരിത്രം ശരിക്കും മനസ്സിലാക്കിയിട്ട് ആയത്ത് പഠിക്കാവുള്ളൂ. അപ്പം ഇവിടെ എന്തുകൊണ്ട് ഇസ്മായിലിനെ സംബന്ധിച്ച് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ദേശത്യാഗത്തിന് ശേഷമുള്ള ചരിത്രമാണ് പറയുന്നത്. ദേശത്യാഗത്തിന് മുമ്പുള്ള ഒരു ചരിത്രമല്ല പറയുന്നത്. അപ്പോൾ ദേശത്യാഗത്തിന് ശേഷമാണ് ഇസ്ഹാക്കിനെ മകനായിട്ട് കൊടുത്തത്. ആ ഇസ്ഹാക്കിൻ്റെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. അപ്പോൾ ദേശത്യാഗത്തിന് ശേഷം അള്ളാഹു ചെയ്തു കൊടുത്ത ഒരു വലിയ അനുഗ്രഹമായിരുന്നു ഈ മക്കൾ. ഇത് ഒന്നാമത്തെ അനുഗ്രഹം. രണ്ടാമത്തെ ഒരു അനുഗ്രഹം അള്ളാഹു പറയുന്നുണ്ടല്ലോ, അതേതാണ്? ഉന്നതമായ പ്രശസ്തി. അതിന് അറബി വേർഡാണ് ലിസാന സിദ്ഖ്. ഇബ്രാഹിം നബിയുടെ പ്രശസ്തി, ഇവിടെ പ്രശസ്തി എന്ന് പറയുമ്പോൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് സൽകീർത്തിയാണ്. ഒരു ജനനായകനായിട്ട്, പ്രശസ്തനായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാറുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബവും മാറുന്നു, അദ്ദേഹത്തിൻ്റെ മക്കളും മാറുന്നു. കാരണം ഇസ്മായിൽ അലൈഹിസ്സലാം മക്കയിൽ പ്രവാചകനായി, ഇസ്ഹാഖ് അലൈഹിസ്സലാം ഇവിടെ ഫലസ്തീൻ അവിടെയാണ് പ്രവാചകനായത്. പിന്നെ യാക്കൂബ് അലൈഹിസ്സലാം ഒക്കെ മറ്റ് പ്രദേശങ്ങളിൽ പ്രവാചകന്മാരായിട്ട് വരുന്നു. അപ്പോൾ എല്ലാ മക്കളും പ്രവാചകന്മാരായിട്ട് മാറുന്നു. അപ്പോൾ സൽകീർത്തി അദ്ദേഹത്തിന് പ്രദാനം ചെയ്തു എന്ന് അല്ലാഹു ഇവിടെ പറയുന്നു. ഈ ഒരു ചരിത്രം, ഈ ഭാഗത്ത് അല്ലാഹു എന്തിന് പറയുന്നു? അടുത്ത ചർച്ച ഇനി അതാണ്. ഇബ്രാഹിം നബിയുടെ കഥ, ചരിത്രം ഇവിടെ അല്ലാഹു എന്തിനാണ് പറയുന്നത്? ഇത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബിമാരോടുമാണ് പറയുന്നത്. സൂറത്ത് മറിയം അവതരിച്ച ഒരു പശ്ചാത്തലം ആമുഖത്തിൽ പറഞ്ഞിരുന്നു. എന്താണ് പശ്ചാത്തലം? എവിടേക്കാണ്
ഏതാനും മുസ്ലിങ്ങൾ പലായനം ചെയ്തത് ആദ്യമായിട്ട് എവിടേക്കായിരുന്നു? അബ്സീനിയയിലേക്ക്. അതെ, അബുസീനിയൻ പലായനം നടന്നു. അതുമായി ബന്ധപ്പെട്ട് സൂറത്ത് മറിയം അതിനു മുമ്പേ അവതരിച്ചിരുന്നു. അബുസീനിയയിൽ ക്രൈസ്തവരായതുകൊണ്ട് മറിയമിനെ സംബന്ധിച്ചും യഹ്യ അലൈഹിസ്സലാം, ഈസാ നബി അവരെക്കുറിച്ചൊക്കെ നല്ല ഒരു അവബോധം മുസ്ലിങ്ങൾക്ക് അള്ളാഹു നൽകി. ബാക്കി മദീനയിൽ അവശേഷിക്കുന്ന മുസ്ലിങ്ങൾ അവരും ദേശത്യാഗം ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അവർക്കും ദേശത്യാഗം ചെയ്യേണ്ടി വരും. അത് എവിടേക്കാണ് എന്ന് കൃത്യമായിട്ട് അറിയില്ല. മദീനയിലേക്കാണ് പോകാനായിട്ട് റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ദേശത്യാഗത്തിന് വേണ്ടി ഏത് നിമിഷവും ദേശത്യാഗം ചെയ്യേണ്ടി വന്നേക്കാം. ഉണ്ടാക്കിയ സമ്പത്തും നാടും വീടും എല്ലാം ഇട്ടെറിഞ്ഞ് പോകേണ്ടി വന്നേക്കാം എന്ന് മുസ്ലിങ്ങൾക്ക് നല്ല കാഴ്ചപ്പാടുണ്ട്. ഒന്ന് മ്യൂട്ടാക്കാവോ? ആരൊക്കെയോ മ്യൂട്ടാക്കിയിട്ടില്ല, ശബ്ദം കേൾക്കുന്നു, കുട്ടികളുടെ വർത്തമാനം കേൾക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ദേശത്യാഗം എപ്പോഴും സംഭവിച്ചേക്കാം. അവരോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത്. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദേശത്യാഗം ചെയ്ത ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തെ പിതാവ് ഇറക്കി വിട്ടു, നാട്ടുകാരിറക്കി വിട്ടു, ഭരണകൂടം അദ്ദേഹത്തെ ആട്ടിയോടിച്ചു, കൊല്ലാൻ ശ്രമിച്ചു, ഒക്കെ നടന്നിട്ടുണ്ട്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദേശത്യാഗം ചെയ്തിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവ് സംഭവിച്ചോ? അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ എന്തെങ്കിലും കുറഞ്ഞു പോയോ? ഇല്ല. ദേശത്യാഗം ചെയ്ത ശേഷമാണ് 2 കുട്ടികളെ അള്ളാഹു നൽകിയത്. ഏറ്റവും വലിയ അനുഗ്രഹം. ദേശത്യാഗത്തിന് ശേഷമാണ് ലിസാന സിദ്ഖ് പ്രദാനം ചെയ്തത്. ഇബ്രാഹീമി കുടുംബത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. പ്രശസ്തി, സൽകീർത്തി വർദ്ധിച്ചു എന്നല്ലാതെ ഒരിടത്തും അദ്ദേഹം പരാജയപ്പെട്ടു പോയിട്ടില്ല. കുടുംബത്തിൽ നിന്ന് ബഹിഷ്കൃതനായതുകൊണ്ട് ഇബ്രാഹീമിൻ്റെ ഭാവി ഇരുളടഞ്ഞു പോയിട്ടില്ല. മറിച്ച് അതിശോഭനവും അത്യുന്നതവുമായ ഒരു ഭാവിയാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അപ്പോൾ ദേശത്യാഗത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങളിൽ കഴിയുന്ന മുസ്ലിങ്ങളെ അള്ളാഹു പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ഭാവിയും ഇരുളടഞ്ഞതല്ല. ഖുറൈശി നിഷേധികൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഉന്നതമായ യശസ്സും പ്രതാപവുമാണ് നിങ്ങളെ തേടിയിരിക്കുന്നത്. തുടക്കത്തിൽ കുറച്ചൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ദേശത്യാഗം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വമ്പിച്ച പുരോഗതിയാണ് ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകാൻ പോകുന്നത് എന്ന വ്യംഗ്യമായ ഒരു സൂചന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ കഥയിലൂടെ, ആ ചരിത്രത്തിലൂടെ മുസ്ലിങ്ങളെ അള്ളാഹു പഠിപ്പിക്കുന്നു. പലായനം ചെയ്ത് മദീനയിലെത്തി. പിൽക്കാലത്ത് പലായനം നടന്നല്ലോ. അങ്ങനെ പലായനം ചെയ്ത് മദീനയിലേക്കെത്തിയ മുസ്ലിങ്ങൾ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായതായിട്ട് ചരിത്രം എവിടെയും പറയുന്നില്ല. മറിച്ച് ചരിത്രം പറയുന്നത് മക്കയിൽ കച്ചവടക്കാർ ആയിരുന്ന മുസ്ലിങ്ങൾ മദീനയിൽ ചെന്നപ്പോൾ അവിടെയും കച്ചവടക്കാരായിട്ട് മാറി എന്ന് മാത്രമല്ല വലിയ സമ്പത്ത് അവരുണ്ടാക്കി, ഒരു പ്രയാസവും അവർക്കുണ്ടായില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ പലായനം ചെയ്തിട്ട് പ്രയാസമനുഭവിച്ച
ഒരു സഹാബിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. ശരി, അപ്പോൾ ഈ ചരിത്ര സംഭവം ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ആയത്തിലേക്ക് വരാം. മനസ്സിലായി സർ. ശരി, ഒരു മിനിറ്റ്. ഞാൻ നമ്പർ എടുക്കട്ടെ ആയത്തിൻ്റെ. ഇനി എടുക്കേണ്ട ആയത്ത് 51 അല്ലേ? അതെ, 51. വദ്കുർ ഫിൽ കിതാബി മൂസ ഇന്നഹു കാന മുഖ്ലിസൻ വകാന റസൂലൻ നബിയ്യ വനാദൈനാഹു മിൻ ജാനിബി തൂരിൽ ഐമനി വഖറൈനാഹു നജിയ്യ വവഹബ്നാ ലഹു മിർ റഹ്മതിനാ അഖാഹു ഹാറൂന നബിയ്യ. വദ്കുർ ഫിൽ കിതാബി മൂസ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ ഷോർട്ടായിട്ട് പറഞ്ഞ പോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ചരിത്രവും വളരെ ഷോർട്ടായിട്ട് ഇവിടെ പറയുന്നു. നമുക്ക് ആദ്യം അർത്ഥം നോക്കാം. വദ്കുർ ഫിൽ കിതാബി മൂസ, നിങ്ങൾക്ക് അർത്ഥം അറിയായിരിക്കും, നേരത്തെ വന്ന അതേ പദപ്രയോഗം തന്നെയാണ്. വദ്കുർ, നീ അനുസ്മരിക്കുക, ഫിൽ കിതാബി, ഈ വേദ ഗ്രന്ഥത്തിലൂടെ, മൂസ എന്ന പ്രവാചകന്, മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തെ. വദ്കുർ ഫിൽ കിതാബി മൂസ എന്ന അലൈഹിസ്സലാം ആ പ്രവാചകനെ ഈ വേദഗ്രന്ഥത്തിലൂടെ നീ അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ, അനുസ്മരിക്കാൻ പറഞ്ഞാൽ അദ്ദേഹത്തെ ശരിക്ക് വിവരിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇന്നഹു കാന മുഖ്ലസൻ, അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. മുഖ്ലസൻ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സെലക്ഷൻ അഥവാ പ്രവാചകനായിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. വകാന റസൂലൻ, അദ്ദേഹം ദൈവദൂതൻ ആയിരുന്നു. നബിയ്യ, പ്രവാചകനും ആയിരുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്, കുറച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ചില പ്രവാചകന്മാർ റസൂല് ആയിരുന്നില്ല. കാരണം വേദഗ്രന്ഥവുമായി വന്ന പ്രവാചകന്മാരെയാണ് സാധാരണയായി റസൂൽ എന്ന് പറയുന്നത്. വേദഗ്രന്ഥം കൊണ്ടുവരാതെ മുൻകഴിഞ്ഞ വേദഗ്രന്ഥത്തെ തന്നെ വേദഗ്രന്ഥമായി സ്വീകരിച്ചു കൊണ്ട് വന്നവരെയാണ് നബി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വ്യത്യാസം ഉലമാക്കൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ വക്കാന റസൂലൻ നബിയ, അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനും അള്ളാഹുവിൻ്റെ പ്രവാചകനും ആയിരുന്നു. അപ്പോൾ തുടക്കത്തിൽ മൂസാ നബി ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് വിഷയത്തിലേക്ക് വരികയാണ്. വനാദൈനാഹു, നാം അദ്ദേഹത്തെ വിളിച്ചു. നാദ യുനാദി എന്ന് പറഞ്ഞാൽ വിളിച്ചു, നാം അദ്ദേഹത്തെ വിളിച്ചു. മിൻ ജാനിബി തൂർ, ജാനിബ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം, ഒരു മൂല എന്നൊക്കെ അർത്ഥം പറയാം. ഒരു വശം, ഒരു ഭാഗം, അതാണ് ജാനിബ്. തൂർ എന്ന് പറഞ്ഞാൽ തൂർ സീന പർവ്വതം. തൂർ സീന പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് അൽ ഐമനി, ഐമൻ എന്ന് പറഞ്ഞാൽ വലത് ഭാഗം. തൂർ സീന പർവ്വതത്തിൻ്റെ വലത് ഭാഗത്ത് നിന്ന് നാം അദ്ദേഹത്തെ വിളിച്ചു. വക്കറൈനാഹു, കറൈന എന്ന് പറഞ്ഞാൽ നാം അദ്ദേഹത്തെ അടുപ്പിച്ച് നിർത്തി.
അടുപ്പിച്ച് നിർത്തുക. അപ്പോൾ അടുപ്പിക്കുക, നമ്മൾ ചേർത്ത് നിർത്തി എന്നൊക്കെ പറയില്ലേ, എന്നതുപോലെ അള്ളാഹു അദ്ദേഹത്തെ ചേർത്ത് നിർത്തി അല്ലെങ്കിൽ അടുപ്പിച്ച് നിർത്തി. നജിയ, നജിയ എന്ന് പറഞ്ഞാൽ രഹസ്യമായി സംസാരിക്കാൻ വേണ്ടി, രഹസ്യ സംഭാഷണത്തിന് വേണ്ടി നാം അദ്ദേഹത്തെ അടുപ്പിച്ച് നിർത്തി, ചേർത്തു നിർത്തി. അപ്പോൾ ഇത് മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ അള്ളാഹു പ്രവാചകനാക്കിയ ആ ഒരു ചരിത്രമൊക്കെയാണ്. ഇതിവിടെ വിശദമായി പറയുന്നില്ല. തൂർസീന മലയുടെ ആ പർവ്വതത്തിൻ്റെ അവിടെ വച്ചാണ് അദ്ദേഹത്തിന് പ്രവാചകത്വം കിട്ടിയത്. പിന്നീട് 10 കൽപ്പന, 10 കമാൻഡ്സ്, ആ 10 കൽപ്പനകൾ കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ വീണ്ടും അവിടേക്ക് വിളിപ്പിക്കുന്നുണ്ട്, തൂർസീന പർവ്വതം. അപ്പോൾ രഹസ്യമായിട്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ നാം അടുപ്പിച്ച് നിർത്തി എന്നാണ്. അടുപ്പിച്ച് നിർത്തി, ചേർത്തു നിർത്തി. അപ്പോൾ ചേർത്തു നിർത്തിയത് എന്തിനാണ്? രഹസ്യമായ നജിയ എന്ന വാക്ക്. നജിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രഹസ്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി. ശരി, ഇനി ബാക്കി നോക്കാം. എന്നിട്ട് എന്താണ് സംഭവിച്ചു നോക്കാം. എന്നിട്ട് വഹബ്ന ലഹു, വഹബ നേരത്തെ വന്ന വാക്കല്ലേ, വഹബ എന്ന് പറഞ്ഞാൽ ദാനമായിട്ട് നൽകി, ലഹു അദ്ദേഹത്തിന്, മിർ റഹ്മത്തിന നമ്മുടെ അനുഗ്രഹത്താൽ, അഹാഹു, അഹാഹു എന്ന് പറഞ്ഞാൽ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ സഹോദരനെ, ഹാറൂന, ഹാറൂനിനെ നബിയ പ്രവാചകനായിട്ട്. അപ്പോൾ തനിച്ചല്ല, മൂസാ നബി അലൈഹിസ്സലാമോ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനിച്ചാണ് പണിയെടുക്കുന്നത്. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാമിന് ഒരു സഹായത്തിന് വേണ്ടി സ്വന്തം സഹോദരൻ ഹാറൂൺ അലൈഹിസ്സലാം അദ്ദേഹത്തെ അള്ളാഹു നൽകുന്നുണ്ട്. നബിയായിട്ട് തന്നെ, ഒരു ഹെൽപ്പർ ആയിട്ടല്ല. അത് ആണ് തിരിച്ചറിയേണ്ടത്. ഒരു ഹെൽപ്പറായിട്ട് ഒരാളെ നൽകി എന്നല്ല. ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു പ്രവാചകനായിട്ട് തന്നെ ഹാറൂൺ അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിന് പ്രവാചകനായിട്ട് തന്നെ നൽകുന്നു. അപ്പോൾ തൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഹാറൂൺ. അപ്പോൾ ഒരേ സമയം 2 പ്രവാചകന്മാരാണ് പണിയെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇത്രയും വായിച്ചപ്പോൾ നമുക്കിനി ചർച്ച ചെയ്യാം. ഇത്രയും വായിച്ചപ്പോൾ ഈ മൂസാ നബിക്ക് അള്ള കൊടുത്ത കുറച്ച് അനുഗ്രഹങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു വലിയ അനുഗ്രഹമാണ് മുഖ്ലസൻ എന്ന അനുഗ്രഹം. മുഖ്ലസൻ, അത് അടയാളപ്പെടുത്തുക. മുഖ്ലസൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? തെരഞ്ഞെടുക്കപ്പെട്ടവൻ അല്ലേ. അതിന് വേറെയും അർത്ഥമുണ്ട്, ഇങ്ങനെ തനിച്ചാക്കപ്പെട്ടത് എന്നർത്ഥമുണ്ട്. തനിക്ക് വേണ്ടി മാത്രമാക്കി, അതായത് അള്ളാഹു തനിക്ക് വേണ്ടി മാത്രമാക്കിയ ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരു അംഗീകാരമാണത്. ബാക്കി എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണെങ്കിലും ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി കഴിവും പ്രാപ്തിയും തൻ്റെ ഇടമൊക്കെ ഉള്ള നമ്മുടെ മക്കളെ കുറച്ചുകൂടി ചേർത്ത് നിർത്തും. അത് മറ്റുള്ളവരെ അവഗണിക്കലല്ല. എന്താ കാരണം? കുറച്ച് കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, അല്ലെങ്കിൽ കുറച്ചൊക്കെ എന്താണ് മറ്റു കുട്ടികളെ പോലെയല്ല. ഇപ്പോൾ സ്വന്തം മക്കളാണെങ്കിലും അവരെ കുറച്ചുകൂടി ചേർത്ത് നമ്മൾ നിർത്താറുണ്ട്. അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്നില്ല, മറ്റുള്ളവരെ പരിഗണിക്കുന്നില്ല എന്നല്ല. അതൊരു സ്നേഹത്തിൻ്റെയും ഒരു അംഗീകാരത്തിൻ്റെയും ഭാഗമാണ്. ഇതുപോലെ മറ്റു പ്രവാചകന്മാരൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ തന്നെ. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു മുഖ്ലസനാക്കി, ചേർത്തു നിർത്തി, കുറച്ചുകൂടി തിരഞ്ഞെടുക്കപ്പെട്ടവനായിട്ട്, അല്ലെങ്കിൽ തനിക്ക് വേണ്ടി മാത്രമാക്കി. അതൊരു അംഗീകാരമാണ് കൊടുത്തത്. ഇനി അദ്ദേഹത്തിന് കൊടുത്ത മറ്റൊരു അംഗീകാരം എന്താ? ഹാറൂൺ അലൈഹിസ്സലാം, അതെ, എന്ന ഒരു ജ്യേഷ്ഠനെ ഒരു സഹായത്തിന് വേണ്ടി, സഹായം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഹെൽപ്പറിൻ്റെ ഡ്യൂട്ടി അല്ല, മറിച്ച് ഒരു പ്രവാചകനായിട്ട് തന്നെ അദ്ദേഹത്തിന് സമ്മാനിച്ചു, ഒരു സഹായം ആയിട്ട് കൊടുത്തു. ഇനി വേറെ അനുഗ്രഹം ഉണ്ടല്ലോ.
അദ്ദേഹത്തിന് കൊടുത്ത മറ്റൊരു അനുഗ്രഹം ഇവിടെ പറയുന്നുണ്ട്. ആ ഉപയോഗിച്ച വാക്ക് ഏതാണ്? ഉപയോഗിച്ച വാക്ക് രഹസ്യ സംഭാഷണം വഴി അദ്ദേഹത്തിന് സാമീപ്യം അരുളുകയും ചെയ്തു. രഹസ്യ സംഭാഷണം വഴി, കറൈന എന്ന വാക്ക് അല്ലേ, രഹസ്യ സംഭാഷണം വഴി അദ്ദേഹത്തിന് സാമീപ്യം അരുളുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മലക്ക് വന്നിട്ട് സന്ദേശം കൊടുക്കലാണ് പതിവ്. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് അള്ളാഹു വർത്തിച്ചത് ഒരു പ്രത്യേക നിലപാടാണ്. അള്ളാഹു തന്നെ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചു. രണ്ട് വ്യക്തികൾ സംസാരിക്കും പോലെ നേരിട്ട് സംസാരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. സാധാരണ മലക്കുകൾക്ക് പ്രവാചകന്മാർക്ക് അങ്ങനെയല്ല ഉണ്ടാവാറ്. എങ്ങനെയുണ്ടാകാറ്? ഒന്നില്ലെങ്കിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഴിയാണ് വഹി ലഭിക്കാറ്, അല്ലെങ്കിൽ അശരീരിയൊക്കെ കേൾക്കാറുണ്ട്. ഇവിടെ അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ഈ മലക്ക് ജിബ്രീൽ വഴി അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് നേർക്ക് നേരെ സംസാരിക്കുന്നു. യജമാനനും ദാസനുമായിട്ട് സംസാരിച്ചു. ത്വാഹ അധ്യായത്തിൽ ഈ സംഗതി പറയുന്നുണ്ട്. ശരി, ഇവിടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു എന്ന ബൈബിളിലൊരു വചനമുണ്ട്. അത് ഖുർആനും സമ്മതിക്കുന്നു. എന്താ? മൂസാ നബിയോട് മാത്രമല്ലേ സംസാരിച്ചിട്ടുള്ളൂ? അതെ 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 അത് പുറപ്പാട് പുസ്തകത്തിൽ, അതെ പുറപ്പാട് പുസ്തകത്തിൽ ആ സംഗതി പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ പറയണത് ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. അത് തന്നെയാണ് ഖുർആനിൽ ഈ വാക്ക്. ആ വാക്യതാണ് അവിടെ എന്ന് പറഞ്ഞ വാക്യതാണ് വഖറൈനാഹു നജിയ്യ. നജിയ്യ എന്ന് പറഞ്ഞാൽ രഹസ്യമായി സംസാരിക്കുക എന്നർത്ഥം. മറ്റ് പ്രവാചകന്മാർക്ക് കിട്ടാത്ത ഒരു പ്രത്യേകമായ അംഗീകാരമാണ് മൂസാ നബിക്ക് ലഭിച്ചത്. മറ്റു പ്രവാചകന്മാർക്ക് അങ്ങനെ ഒരു സാമീപ്യം കിട്ടിയിട്ടില്ല. നേർക്ക് നേരെ അള്ളാഹിനെ കണ്ടോ നമുക്കറിയില്ല, അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ അള്ളാഹു തൻ്റെ മുമ്പിലുണ്ട്. വളരെ നജിയ്യ, രഹസ്യമായിട്ട് മൂസാ നബിയോട് ഇങ്ങനെ സംസാരിക്കുന്നു. അതെങ്ങനെ, അതിൻ്റെ മാധ്യമം, അതിൻ്റെ ഒരു റൂട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതെങ്ങനെയാണോ അങ്ങനെ സംസാരിച്ചു എന്നാണ് പറയുന്നത്. സാധാരണ പ്രവാചകന്മാരോട് ഞാൻ പറഞ്ഞെങ്കിൽ മ്യൂട്ടാക്കി വെക്കട്ടെ, നല്ല ശബ്ദം വരുന്നു കേട്ടോ, ആരാണെങ്കിലും. ഓക്കെ, ശരി. അപ്പോൾ സാധാരണ പ്രവാചകന്മാരോട് അള്ളാഹ് സംസാരിക്കുന്ന രീതി വേറെയാണ്. ആ ഒരു മാധ്യമമുണ്ട്, ആ റൂട്ടുണ്ട്, വേറെയാണ്. ഇതങ്ങനെയല്ല. ശരി. അപ്പോൾ ആ വാക്കാണ് അടിവര ഇടേണ്ടത്. വൻ എന്താണ്? കറൈനാഹു നജിയ. ശരി, ഓക്കെ, അത് കഴിഞ്ഞു. നമുക്ക് അടുത്ത ആയത്തിലേക്ക് വരാം. അപ്പോൾ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഇവിടെ പറയുന്നു. എന്നിട്ട് മാത്രമേ ഉള്ളൂ അവിടെ മൂസാ നബിയെ സംബന്ധിച്ച് അത്രേ പറയും. അപ്പോൾ ഇവിടെ എന്തിനാണ് മൂസാ നബിയെ സംബന്ധിച്ച് പറഞ്ഞത്? മൂസാ നബിയെ സംബന്ധിച്ച് ഇവിടെ ഇത്രയും വളരെ ഷോർട്ടായിട്ട് പറയാനുള്ള കാരണം, ഇതുപോലെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ദേശത്യാഗം, കഠിനമായ ത്യാഗം. കാരണം മൂസാ നബി അലൈഹിസ്സലാം ജനിച്ചത് ഈജിപ്തിലാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈജിപ്ത് വിട്ട് ഫലസ്തീനിലേക്ക് പോകേണ്ടി വരുന്നു, പലായനം ചെയ്യേണ്ടി വരുന്നു. ഫറോവയാണ് അവിടെ ഭരണാധികാരി. അപ്പോൾ നാട് വിട്ട് പോകേണ്ടി വരുന്നു, പ്രശ്നങ്ങളാണ്. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്കോ അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മുസ്ലിങ്ങൾക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ തുറന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്ക് പറഞ്ഞാൽ, അള്ളാഹ്ക്ക് സമർപ്പിച്ചാൽ, ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ചാൽ നമുക്കൊന്നും സംഭവിക്കില്ല. മല തന്നെ
ഇടിഞ്ഞു വീണ് വന്നാലും ഒന്നും സംഭവിക്കില്ല. അതൊരു ഉറച്ച വിശ്വാസമാണ്, ഈമാനാണ്. നമുക്ക് വെറുതെ പേടി തോന്നുകയാണ്. പിശാച് നമ്മളെ പേടിപ്പിക്കുകയാണ് എന്തൊക്കെയോ കാണിച്ചിട്ട്. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനും പണിയെടുക്കാനും സന്നദ്ധരായാൽ നമുക്കൊന്നും സംഭവിക്കില്ല. അതാണ് ലിസാന സിദ്ഖ്, അതാണ് പ്രശസ്തി. അവിടെയാണ് രണ്ട് ലോകത്തെയും വിജയം. ആരൊക്കെയോ നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വഹാബിമാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പകർന്നു കൊടുക്കുന്നത് ഒരു ധൈര്യമാണ്. ചരിത്രത്തെ മുൻനിർത്തി മൂസാ നബിക്ക് എന്താ സംഭവിച്ചത്? മൂസാ നബിക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് കിട്ടിയത്, അള്ളാഹുവിൻ്റെ പ്രീതിയാണ് കിട്ടിയത്. മൂസാ നബിക്ക് വമ്പിച്ച വിജയമാണ് കിട്ടിയത്. മൂസാ നബിക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും. പടച്ചവൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നത് പ്രശസ്തിയുടെയും വിജയത്തിൻ്റെയും രണ്ട് ലോകത്തെയും വിജയത്തിൻ്റെയും മാനദണ്ഡമാണ് എന്നുകൂടി മനസ്സിലാക്കണം. ഇനി അടുത്ത ആയത്ത് നോക്കൂ. വദ്കുറു ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സ്വാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർളിയ്യ. വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ അർത്ഥം പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം നേരത്തെ വന്ന അതേ പ്രയോഗമാണ്. ഇസ്മായിൽ അലൈഹിസ്സലാം, അദ്ദേഹത്തെക്കുറിച്ച് ഈ വേദഗ്രന്ഥത്തിൽ നീ അനുസ്മരിക്കുക. അനുസ്മരിക്കാൻ പറഞ്ഞാൽ നീ മനസ്സിലാക്കുക, നിൻ്റെ സഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഈ പറയുന്നത്. ഇന്നഹു കാന സ്വാദിഖ, അദ്ദേഹം സ്വാദിഖായിരുന്നു. സ്വാദിഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധൻ, സത്യം പാലിക്കുന്നവർ. അൽ വഅദി, വഅദ് എന്ന് പറഞ്ഞാൽ കരാറ്, വാഗ്ദത്തം. കരാറ് പാലിക്കുന്നവൻ, അതിൽ സത്യം പാലിക്കുന്നവൻ ആയിരുന്നു. വക്കാന, അദ്ദേഹമായിരുന്നു. റസൂലായിരുന്നു. നബിയൻ, പ്രവാചകനുമായി, അതെ നബിയുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രവാചകനും റസൂലുമൊക്കെ ആയിരുന്നു. നേരത്തെ പറഞ്ഞ കാര്യം. അപ്പോൾ ആ ഇസ്മായിൽ നബിയുടെ ക്വാളിറ്റിയാണ് ഈ പറയുന്നത്, സ്വാദിഖൽ വഅദ്. ഇതൊക്കെ നമ്മളും പാലിക്കേണ്ടത്. ഇത് പ്രവാചകന്മാർക്ക് മാത്രം ഉണ്ടാവേണ്ട കാര്യമല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രവാചകന്മാർക്ക് മാത്രം അതൊക്കെ ഉണ്ടായാൽ മതി, നമുക്ക് അതൊന്നും കുഴപ്പമില്ല, അങ്ങനെയല്ല. സ്വാദിഖൽ വഅദ് എന്നിവിടെ എടുത്തു പറയണത് ഓരോ പ്രവാചകന്മാരുടെയും ക്വാളിറ്റി അല്ല പറയുന്നുണ്ട്. എല്ലാവർക്കും ഈ ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാദിഖൽ വഅദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേ ഈ കരാറ് പാലിക്കുന്നിടത്തുള്ള സത്യസന്ധത അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം റസൂലായിരുന്നു, നബിയായിരുന്നു. വക്കാന യഅ്മുറു, അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു. വക്കാന യഅ്മുറു, അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു. അഹ്ലഹു, അദ്ദേഹത്തിൻ്റെ ആൾക്കാരോട്. അഹ്ല് എന്ന് പറഞ്ഞ രണ്ടർത്ഥമുണ്ട്. അഹ്ല് എന്ന് പറഞ്ഞാൽ കുടുംബം എന്നർത്ഥമുണ്ട്. പിന്നെ ഈ പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ കുടുംബം എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയും മക്കളും മാത്രമല്ല. ആ പ്രവാചകനിൽ വിശ്വസിച്ച എല്ലാവരും അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയും മക്കളും നമ്മുടെ മാതാപിതാക്കളൊക്കെയാണ്. നമ്മുടെ സഹോദരി സഹോദരന്മാരൊക്കെ നമ്മുടെ കുടുംബമാണ്. പക്ഷേ ആ പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളും അവരുടെ മാതാപിതാക്കളും മാത്രമല്ല, അവരുടെ ആദർശത്തിൽ വിശ്വസിച്ച എല്ലാവരും അവരുടെ കുടുംബമാണ്. അപ്പോൾ ഇവിടുത്തെ അഹ്ല് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആൾക്കാരോട്. ആൾക്കാരെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൽ വിശ്വസിച്ചവരോട്. അതാണ് കുറച്ചുകൂടി നല്ല അർത്ഥം. ഇനി അതിനെ ഷോർട്ടായിട്ട് പറയാം, അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മക്കളോടും മാതാപിതാക്കളോടും എന്നൊക്കെ പറയാം. അങ്ങനെയും പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. ചില തഫ്സീറിൽ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി വിശാലമായ അർത്ഥം ഏതാണ്? അദ്ദേഹത്തിൻ്റെ ആൾക്കാരോട് കൽപ്പിക്കുമായിരുന്നു. ബിസ്വലാത്തി, നമസ്കാരം, വസ്സക്കാത്തി, സക്കാത്ത്. അപ്പം നമസ്കാരവും സക്കാത്തും മനുഷ്യാരംഭം തൊട്ടേ ഉണ്ട്. അത് ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. അതിൻ്റെ രൂപത്തിലോ കോലത്തിലോ വ്യത്യാസം ഉണ്ടാകാം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കുറച്ചുകൂടി പരിഷ്കരിച്ച് അത് കോലത്തിലും രൂപത്തിലും സമയക്രമത്തിലും മാറ്റം വരുത്തി നമുക്ക് നൽകി എന്നേ ഉള്ളൂ. പക്ഷേ നമസ്കാരം എന്ന സംവിധാനം, സക്കാത്ത് എന്ന സംവിധാനം ആദ്യം തൊട്ടേയുണ്ട്. ഇത് രണ്ടും ഒരു സത്യവിശ്വാസി ആകാനുള്ള പ്രത്യേകമായ മാനദണ്ഡമാണ്.
അപ്പം നമസ്കാരവും സക്കാത്തും അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു, അഥവാ നിർബന്ധമായിട്ടും നമസ്കരിക്കണം. സാമ്പത്തികമായിട്ട് സുസ്ഥിതിയുള്ളവർ നിർബന്ധമായിട്ടും വർഷത്തിൽ സക്കാത്ത് കൊടുക്കണം. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ ആൾക്കാരോട് യഉമുറു എന്ന പ്രയോഗം അവിടെ നടത്തുന്നത് ഒരു എന്താ പറയുക, ഒരു ഉപദേശമല്ല, മറിച്ച് യഉമുറു ആണ്, കൽപ്പന. രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന് ഉപദേശം, അതൊരു അഡ്വൈസാണ്, ഇങ്ങനെ ഉപദേശിക്കുക. അതല്ല ഇവിടെ നടത്തിയത്. മറിച്ച് യഉമുറു എന്ന പ്രയോഗം കൽപ്പനയാണ്. അത് ചെയ്തേ പറ്റൂ, ചെയ്യാതെ സത്യവിശ്വാസിയാവില്ല. നമസ്കാരം മുറപ്രകാരം ചിട്ടയോടെ നിർവഹിക്കാതെ സത്യവിശ്വാസിയാവില്ല. സാമ്പത്തിക സുസ്ഥിതിയുള്ളവർ സക്കാത്ത് കൊടുക്കാതെ സത്യവിശ്വാസിയാവില്ല. അവർക്ക് ഇസ്ലാമിൻ്റെ അതിർവരമ്പ്, അതിൻ്റെ അകത്ത്, ആ വൃത്തത്തിൻ്റെ അകത്ത് പ്രവേശിക്കാനേ സാധ്യമല്ല. അത്ര നിർബന്ധമായ കാര്യമായതുകൊണ്ടാണ് കൽപ്പിക്കുമായിരുന്നു യഉമുറു. കാരണം സത്യവിശ്വാസിയാകണ്ടേ, സത്യവിശ്വാസിയാകണമെങ്കിൽ നിസ്കരിച്ചേ പറ്റൂ. അപ്പം അതുകൊണ്ട് കൽപ്പിക്കുമായിരുന്നു. വക്കാന ഇൻദ റബ്ബിഹി മർളിയ. ഇസ്മായിൽ നബിയുടെ അലൈഹിസ്സലാം മറ്റൊരു ക്വാളിറ്റിയാണ് വക്കാന, അദ്ദേഹം ആയിരുന്നു ഇൻദ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ അടുക്കൽ. മർളിയ, മർളിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൃപ്തിപ്പെട്ടവൻ, റബ്ബിന് തൃപ്തിപ്പെട്ടവൻ ആയിരുന്നു. അപ്പോൾ വക്കാന ഇൻദ റബ്ബിഹി, അദ്ദേഹം തൻ്റെ റബ്ബിൻ്റെ അടുക്കൽ ആയിരുന്നു. മർളിയ എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെട്ടവനായിരുന്നു, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഇസ്മായിൽ നബിയെ സംബന്ധിച്ച് ഒരുപാടൊന്നും പറയുന്നില്ല. എന്താ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ കുറച്ച് ക്വാളിറ്റി, അദ്ദേഹത്തിൻ്റെ അള്ളാഹുമായിട്ടുള്ള ആ ഒരു സാമീപ്യം, അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ 1-2 പ്രവർത്തനങ്ങൾ മാത്രം പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? വക്കാന യഉമുറു അഹ്ലഹു ബിസ്വലാത്തി വസക്കാത്തി, അതാണ് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായത്. പിന്നെ അദ്ദേഹം അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവൻ. വക്കാന ഇൻദ റബ്ബിഹി മർളിയ, ഇത്രേ പറഞ്ഞുള്ളൂ, ബാക്കി പറയുന്നില്ല. അപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അദ്ദേഹം ഇസ്ലാമിനെ മുറുകെ പിടിച്ചിട്ട് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് വല്ല പരാജയവും സംഭവിച്ചോ? അദ്ദേഹത്തിൻ്റെ യശസ് ഉയർന്നു, അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവനായിട്ട് അദ്ദേഹം മാറി എന്നല്ലാതെ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ ഈ സംഗതി പറഞ്ഞു എന്നത്, അള്ളാഹ്ക്ക് സമർപ്പിക്കുമ്പോൾ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഭൗതികമായ കുറേ നഷ്ടങ്ങളൊക്കെ തുടക്കത്തിൽ സംഭവിച്ചേക്കാം. ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ വീടും കുടുംബമൊക്കെ ഇട്ടേച്ച് യാത്ര പോകേണ്ടി വന്നേക്കാം. ചിലപ്പോൾ തടവറ സമ്മാനമായി കിട്ടിയേക്കാം. നമ്മെ പൂമാലയിട്ടൊന്നും ആരും പാട്ടും പാടി സ്വീകരിക്കുകയൊന്നുമില്ല. നമുക്ക് ഒരുപാട് മോശമായ വാക്കുകൾ കേൾക്കേണ്ടി വന്നേക്കാം. പക്ഷേ അതൊക്കെ താൽക്കാലികമാണ്, വെള്ളത്തിലെ കുമിള പോലെ, അത് അങ്ങനെ പൊട്ടിപ്പോവും. ആത്യന്തികമായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് പ്രശസ്തിയും അംഗീകാരവും സർവോപരി അള്ളാഹുവിൻ്റെ തൃപ്തിയുമാണ് എന്ന വലിയ ഒരു സന്ദേശം ഈ ഭാഗത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മടിയും വേണ്ട, നിങ്ങൾ അള്ളാഹ്ക്ക് സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുക. എന്തു വന്നാലും, ആരൊക്കെ എത്ര ശക്തരായിട്ട്, ഫറോവ മൂസാ നബിക്ക് എതിരാളിയായിരുന്നു, പക്ഷേ മൂസാ നബി കുലുങ്ങിയില്ല. എന്തൊക്കെ സംഭവിച്ചാലും അടിയുറച്ച് നിൽക്കാനുള്ള ആത്മീയമായ കരുത്താണ് ഈ ഭാഗത്ത് സത്യവിശ്വാസികൾക്ക് പടച്ചവൻ പകർന്ന് നൽകുന്നത്. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ ചരിത്രം വളരെ ഷോർട്ടായി പറയുന്നത്. ഇനി അടുത്ത ആയത്ത് നോക്കൂ. വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ് ഇന്നഹു കാന സിദ്ദീഖൻ നബിയ. പറയേണ്ട കാര്യമില്ലല്ലോ. വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ്, നമുക്ക് അർത്ഥം അറിയാം. ഇദ്രീസ് അലൈഹിസ്സലാം, അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ വേദഗ്രന്ഥത്തിൽ എന്ത് ചെയ്യുക? നീ സ്മരിക്കുക, നീ ഓർക്കുക. ഇന്നഹു കാന, തീർച്ചയായും അദ്ദേഹമായിരുന്നു സിദ്ദീഖൻ. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധൻ. നബിയ, അദ്ദേഹം പ്രവാചകനായിരുന്നു. ഇദ്രീസ് നബിയെക്കുറിച്ച് ഒരുപാടൊന്നും ഖുർആൻ പറയുന്നില്ല, വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കിട്ടാനായിട്ട് രേഖകളൊന്നുമില്ല. വറഫഅനാഹു, നാം അദ്ദേഹത്തെ ഉയർത്തി, മക്കാനൻ, ഒരു സ്ഥാനത്തേക്ക്, അലിയ, ഉന്നതമായ. ഇദ്രീസ് അലൈഹിസ്സലാമിനെ വളരെ ഉന്നതമായ സ്ഥാനത്തേക്ക് നാം ഉയർത്തി. അപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ അദ്ദേഹത്തെക്കുറിച്ച്. ഇദ്രീസ് നബി അലൈഹിസ്സലാം എവിടെയാണ്, ഏത് രാജ്യത്താണ്, ഏത് പ്രദേശത്താണ് പ്രവാചകനായിട്ട് വന്നതും പറഞ്ഞോളൂ.
ഇദ്രീസ് നബിയുടെ പിതാവാരാണ്? നമുക്കറിയില്ല അത്. ആദം നബിക്ക് ശേഷമാണ് ഇദ്രീസ് നബി വന്നിരിക്കുക. ആദം, ഇദ്രീസ്, നൂഹ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ആദം നബിക്ക് ശേഷമാണ്. അപ്പോൾ ആദം നബിയിലേക്ക് എത്തും. ആരായിരുന്നുവെന്ന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അദ്ദേഹം നൂഹ് നബിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകനാണെന്നാണ് അധിക ചരിത്ര ഗവേഷകന്മാർ പറയുന്നത്. ഇദ്രീസ് നബിയെ സംബന്ധിച്ച് അദ്ദേഹത്തെക്കുറിച്ച് നിർണയിക്കാൻ സഹായകമായ ഒരു ഹദീസൊന്നും നമ്മുടെ അടുക്കലില്ല. നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മുൻഗാമിയാണ് എന്ന് അഭിപ്രായപ്പെടുന്നു. ഇപ്പോൾ ശേഷം വരുന്ന ആയത്തുകളിൽ തൊട്ട് താഴെ വന്നൊരായത്ത് അവിടെ ആ സംഗതി പറയുന്നുണ്ട്. നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യാം. നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ സന്തതി, ആ സന്തതി അതായത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആദം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളിൽപ്പെട്ട ഒരു പ്രവാചകൻ. അപ്പോൾ ആദം നബിയാണ് അദ്ദേഹത്തിൻ്റെ ജനറ്റിക്കായ പിതാവ്. നേർക്ക് നേരെയല്ല, വല്ലുപ്പ അങ്ങനെ നേർക്ക് നേരെ ആരാണ് പിതാവെന്ന് ചോദിച്ചാൽ ഇവിടെ എവിടെയും പറയുന്നില്ല. അപ്പോൾ ആദം നബിയാണ്. അപ്പോൾ ആദം കഴിഞ്ഞിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. ആദം നബി അലൈഹിസ്സലാം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരു പ്രവാചകനാണ് ഇദ്രീസ് അലൈഹിസ്സലാം. ആ ഇദ്രീസിന് ശേഷം വന്ന നബിയാണ് നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബിക്ക് ശേഷം വന്ന ഖുർആൻ പറയുന്ന നബിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പിന്നെ ഇബ്രാഹിം നബിയുടെ മക്കളാണ് പിന്നെ മൊത്തം പ്രവാചകന്മാർ. ഏതുവരെ? മുഹമ്മദ് നബി വരെ. മനസ്സിലായല്ലോ? ആ ഇബ്രാഹിം നബിയുടെ മക്കൾ ആ ഒരു വംശപരമ്പര. അപ്പോൾ ആദം, ഇദ്രീസ്, നൂഹിൻ്റെ കാലഘട്ടത്തിലാണ് ശക്തമായ പ്രളയം ഉണ്ടായത്. ആ പ്രളയത്തിലാണ് മൊത്തത്തിലുള്ള മനുഷ്യർ മുങ്ങി മരിക്കുന്നത്, തൂഫാൻ. അങ്ങനെ രക്ഷപ്പെട്ട നൂഹ് നബിയും മറ്റ് ആളുകളും അവരിൽ നിന്നുണ്ടായ സന്തതി പരമ്പരകളിലാണ് ഇബ്രാഹിം നബിയുടെ ജനനം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ 2 മക്കൾ പ്രവാചകന്മാരായി. ആരൊക്കെയാണ്? നമ്മുടെ ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും പ്രവാചകന്മാരായി. പിന്നെ ഇസ്ഹാക്കിൻ്റെയും ഇസ്മായിലിൻ്റെയും സന്തതി പരമ്പരകളിലൂടെ 2 ധാരകളിലായിട്ട് പ്രവാചകന്മാർ വന്നു. ആ 2 ധാരകളിൽ പ്രവാചകന്മാർ വന്നിട്ട് അവസാനിക്കുന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. ഇതാണ് പ്രവാചകത്വത്തിൻ്റെ ഒരു റൂട്ട്. ഇബ്രാഹിം നബിക്കും പിന്നെ നൂഹ് നബിക്കും ഇടയിൽ വേറെ പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ എന്ന് ഖുർആൻ എവിടെയും പറയുന്നില്ല. അപ്പോൾ ഖുർആൻ പരാമർശിക്കുന്ന 25 പ്രവാചകന്മാർ, ആ 25 പ്രവാചകന്മാരുടെ റൂട്ട് ഇങ്ങനെയാണ്: ആദം, ഇദ്രീസ്, നൂഹ്. ഇത് 1-ാം ഘട്ടം. നൂഹിന് ശേഷം ശക്തമായ പ്രളയാനന്തരം ഇബ്രാഹിം നബി 2-ാം ഘട്ടം. ആ 2-ാം ഘട്ടം അവസാനിക്കുന്നത് മുഹമ്മദ് നബിയിലൂടെ. അപ്പോൾ ഇബ്രാഹിം നബിയുടെ മക്കളാണ് പിന്നെയുള്ള എല്ലാ പ്രവാചകന്മാരും. മക്കളെന്ന് പറഞ്ഞാൽ ആ വംശ പരമ്പരയാണ്. ശരി. അപ്പോൾ ഇദ്രീസ് അലൈഹിസ്സലാം അതിവിടെ വ്യക്തമായിട്ട് പറയുന്നില്ല, കുറച്ചേ പറയുന്നുള്ളൂ. നമുക്ക് ബാക്കി നോക്കാം. എന്നിട്ട് ആ ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്. 57-ാമത്തെ ആയത്ത് കണ്ടോ? 57-ാമത്തെ ആയത്തിൽ വറഫഅനാഹു മക്കാനൻ അലിയ എന്ന് പറയുന്നുണ്ട്. വറഫഅനാഹു മക്കാനൻ അലിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നാം ഉന്നതമായ സ്ഥാനമാണ് നൽകിയത്. ഇദ്രീസ് ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുർരിയ്യതി ആദമ വമിമ്മൻ ഹമൽനാ മഅ നൂഹ് വമിൻ ദുർരിയ്യതി ഇബ്രാഹീമ വഇസ്രാഈല മിമ്മൻ ഹദൈനാ വജ്തബൈനാ ഇദാ നുതില അലൈഹിം ആയാതുർ റഹ്മാനി ഖറൂ സുജ്ജദൻ വബുകിയ്യാ. ഇവിടെ എത്തുമ്പോൾ സുജൂദ് ചെയ്യണം. തിലാവത്തിൻ്റെ സുജൂദുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അത് അറിയോ? തിലാവത്തിൻ്റെ സുജൂദിൽ ഒരു പ്രാർത്ഥനയുണ്ട്. സജദ വജിഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറഞ്ഞിട്ട് കിബിലയ്ക്ക് നേരെ തിരിഞ്ഞ് സുജൂദിലേക്ക് വീഴണം. നോക്കാം എന്താ കാരണം നോക്കാം. ഉലായിക്ക എന്താ പറഞ്ഞേ?
തിലാവത്തിന്റെ സമയത്തുള്ള പ്രാർത്ഥന ഉസ്താദ് ഒന്ന് അയക്കണം കേട്ടാ. ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം കേട്ടോ. ഓക്കെ. ഉലായിക്ക അല്ലദീന അൻഅമല്ലാ, ഈ മേൽപ്പറഞ്ഞവർ ഉലായിക്ക, ഈ മേൽപ്പറഞ്ഞ പ്രവാചകന്മാർ, അല്ലദീന അതായത് അൻഅമല്ലാ അള്ളാഹ് അനുഗ്രഹിച്ചിരിക്കുന്നു, അലൈഹിം അവരെ, മേൽപ്പറഞ്ഞ പ്രവാചകന്മാരെ എല്ലാം അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. മിനൻ നബിയീന പ്രവാചകന്മാരെ, മിൻ ദുർരിയത്തി ആദമ ആദമിൻ്റെ വംശപരമ്പരയിൽ നിന്നും. ദുർരിയത്ത് എന്ന് പറഞ്ഞാൽ സന്തതികൾ അല്ലെങ്കിൽ വംശപരമ്പര അങ്ങനെ പറയാം. ആദമിൻ്റെ വംശപരമ്പരയിൽ നിന്നും വന്നിട്ടുള്ള എല്ലാ അപ്പോൾ ആദമിൻ്റെ വംശപരമ്പരയിൽ നിന്നും എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുന്നു വമിമ്മൻ ഹമൽന, നാം കപ്പലിൽ കയറ്റിയവരിൽ പെട്ടവരുടെ. ഹമല്ല എന്ന് പറഞ്ഞ അർത്ഥം നാം വഹിച്ചു എന്നാണ്, നാം ചുമന്നു. വമിമ്മൻ ഹമല്ല എന്ന് പറയുമ്പോൾ അവിടെ ചുമന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കപ്പലിൽ വഹിച്ചു എന്നാണ്, കപ്പലിൽ കയറ്റി എന്നാണ്. അതെ, അവിടെ കപ്പൽ എന്ന വാക്കൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ഒരു ആശയം അങ്ങനെയാണ്. അതെ, താഴെ പറയുന്നുണ്ട് മഅനൂഹിൻ, നൂഹിൻ്റെ കൂടെ കപ്പലിൽ നാം കയറ്റിയവരിൽ പെട്ട. അത്രയും നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. അത്രയും അർത്ഥം പറയുമ്പോൾ എങ്ങനെയാണ്? ആദമിൻ്റെ സന്തതികളിലും നാം നൂഹിനോടൊപ്പം കപ്പലിൽ വഹിച്ചവരിലും. കണ്ടായല്ലോ, നാം നൂഹിനോടൊപ്പം കപ്പലിൽ വഹിച്ചവരിലും. ഇനി അത് കഴിഞ്ഞിട്ട് നോക്കാം. വമിൻ ദുർരിയത്തി ഇബ്രാഹീമ, ഇബ്രാഹീമിൻ്റെ സന്തതി പരമ്പരകളിലും. ഇസ്രായേല എന്ന് പറഞ്ഞാൽ ഏത് പ്രവാചകൻ്റെ പേര്? ഒരു പ്രവാചകൻ്റെ അപരനാമമാണ് ഇസ്രായേൽ. യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബിക്ക് ജനം കൊടുത്ത ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അതൊരു ഹീബ്രു വാക്കാണ്, സുറിയാനി. ഹീബ്രു അള്ളാഹുവിൻ്റെ അടിമ എന്ന് അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം. അബ്ദുള്ള എന്ന് അറബി പറയുന്ന പോലെ ദൈവത്തിൻ്റെ അടിമ. അപ്പോൾ ഈ യാക്കൂബ് നബിക്ക് ലഭിച്ച മറ്റൊരു പേരാണ് ഇസ്രായേൽ. അപ്പോൾ ഇവിടെ ഇസ്രായേല എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ സന്തതി പരമ്പരകളിലും പെട്ട. ഇബ്രാഹിം നബിയുടെ സന്തതി പരമ്പരകൾ, ഇസ്രായേലിൻ്റെ അഥവാ യാക്കൂബ് നബിയുടെ സന്തതി പരമ്പരകളിൽ. വമിമ്മൻ ഹദൈന, നാം അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുത്തു. ഹദൈന എന്ന് പറഞ്ഞാൽ നാം സന്മാർഗം കാണിച്ചു കൊടുത്തു അവർക്ക്. വജിത്തബൈന, നാം അവരെ തെരഞ്ഞെടുത്തു പ്രവാചകന്മാരായിട്ട്. ഇപ്പം എന്തായി പറഞ്ഞത്? അപ്പം അള്ള പ്രവാചകന്മാരായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? ഒന്ന് ആദമിൻ്റെ സന്തതി പരമ്പരകളിൽ പെട്ടവരെ. അതാരൊക്കെയാ? ആദം, ഇദ്രീസ്, നൂഹ്. പിന്നെ നൂഹിൻ്റെ കൂടെ കപ്പലിൽ കയറിയ ആ മക്കൾ രക്ഷപ്പെട്ട് എവിടെയോ അവർ ജീവിച്ചു. അവരുടെ സന്തതി പരമ്പരകളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രവാചകനായിട്ട് വന്നു. ആ ഇബ്രാഹീമിൻ്റെ 2 മക്കൾ പ്രവാചകന്മാരായി. ആ 2 മക്കളിൽ ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കൂബ് പ്രവാചകനായി. ആ യാക്കൂബിനെയാണ് ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. ആ ഇസ്രായേലിൻ്റെ 12 മക്കൾ 12 ഗോത്രങ്ങളായിട്ട് പല ശാഖകളായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ചിന്നിച്ചിതറി. അവർക്കിടയിൽ വേറെയും പ്രവാചകന്മാർ വന്നുകൊണ്ടിരുന്നു. അവരാണ് ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും കറുത്തവരും വെളുത്തവരും ചുവന്നവരുമൊക്കെ ആയിട്ട് പല രൂപത്തിൽ പല കോലത്തിൽ നീഗ്രോസ് ആയിട്ട്, യൂറോപ്യന്മാരായിട്ട്, സുന്ദരികളായിട്ട്, സുന്ദരന്മാരായിട്ട്, കാണുവാൻ ഒരു കോലവുമില്ലാത്ത രൂപത്തിലും കോലത്തിലുമൊക്കെയുള്ള പല തരത്തിലുള്ള മനുഷ്യരായിട്ട്
ഇന്ന് മാറ്റപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ ആ സന്തതി പരമ്പരകളിൽപ്പെട്ട മനുഷ്യരാണ്. അവർക്കിടയിൽ വ്യത്യസ്ത കാലങ്ങളിൽ പ്രവാചകന്മാർ വന്നു. അങ്ങനെ വന്ന പ്രവാചകന്മാരാണ് ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാരും, നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും. അതാണ് ഈ പറഞ്ഞു വന്നത്. ആ പ്രവാചകന്മാർക്ക് ഹദൈന, നാം നേരായ മാർഗം കാണിച്ചു കൊടുത്തു. വജിത്തബൈന, നാം അവരെ പ്രവാചകന്മാരായിട്ട് തെരഞ്ഞെടുത്തു. ഇദാ തുത്തില അലൈഹിം ആയാത്തുർ റഹ്മാനി, ഇദാ തുത്തില, അതാണ് അവിടുത്തെ പോയിന്റ്. ഇദാ തുത്തില അലൈഹിം, നാം അവർക്ക് ഓതിക്കൊടുത്താൽ. തുത്തില എന്ന് പറഞ്ഞാൽ തിലാവത്ത്, അലൈഹിം എന്ന് പറഞ്ഞാൽ അവർക്ക് ഓതിക്കൊടുത്താൽ. ഇവിടെ അവർക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രവാചകന്മാർ മാത്രമല്ല, ഈ ആദർശത്തിൽ വിശ്വസിച്ചവർ. അത് പ്രവാചകന്മാരും അങ്ങനെയാണല്ലോ, ഈ ആദർശത്തിൽ വിശ്വസിച്ച്. അപ്പോൾ ഇദാ തുത്തില അലൈഹിം, നാം അവർക്ക് ഓതിക്കൊടുത്താൽ. ആയാത്തുർ റഹ്മാനി എന്നാണ്, പരമകാരുണ്യവാൻ്റെ വചനങ്ങൾ നാം അവർക്ക് ഓതിക്കൊടുത്താൽ അത് കേട്ട മാത്രയിൽ ഹൃദയം തരളിതമായിട്ട് ഖറൂ, അവർ വീഴുന്നു, സുജ്ജദ, സുജൂദിലേക്ക്, വബുക്കിയ, കരഞ്ഞുകൊണ്ട്. അതൊരു ഈമാനാണ്. പടച്ചവൻ്റെ വചനം കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പടച്ചവൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ അവസ്ഥയാണ്. അപ്പോൾ അവർ സുജൂദിലേക്ക് വീഴുന്നു. ഇത് കേൾക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് ഒരു പ്രത്യേക 14 സ്ഥലത്ത് ഇങ്ങനെ ഈ തിലാവത്തിൻ്റെ സുജൂദുണ്ട്. പ്രത്യേകമായ അടയാളം അവിടെ പുതിയ മുസാഫിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ എത്തുമ്പോഴാണ് നമ്മൾ സുജൂദ്. അപ്പോൾ അതിൻ്റെ അർത്ഥമാണ്, നമ്മൾ അർത്ഥം അറിയാതെ സുജൂദ് ചെയ്യാറുണ്ട്. യഥാർത്ഥ സത്യവിശ്വാസികൾ അങ്ങനെ ഈമാനുള്ളവരാണ്. അത് പടച്ചവൻ്റെ വാക്ക് ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ കരഞ്ഞു പോകും. കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ ആ ഒരു വിതുമ്പൽ വരും. ചിലപ്പോൾ കണ്ണീര് വന്നില്ലെങ്കിലും ഹൃദയം കൊണ്ട് അവർ കരയും. ഹൃദയത്തിൽ ദുഃഖഭാരം, ദുഃഖമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ട് ദുഃഖമല്ല, മറിച്ച് പരമകാരുണ്യവാനായ പടച്ചവനെ കുറിച്ച് ഓർക്കുമ്പോഴാണത്. ആ ഭയഭക്തി കൊണ്ട്, ആ നന്ദി ബോധം കൊണ്ട് അവർ ഖറൂ സുജ്ജദ, സുജൂദിലേക്ക് വീണു പോകും. ഇൻഷാ അല്ലാഹ് പടച്ചവൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. നമുക്കവിടെ നിർത്താം. അത്രയും പഠിക്കുക, നല്ലപോലെ മനസ്സിലാക്കുക. ഈ പഠിച്ചതൊക്കെ അള്ളാഹു വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇൻഷാ അല്ലാഹ് അള്ളാഹ് ഹൈറാക്കട്ടെ. ദുആ ചെയ്യണം എല്ലാവരും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. അള്ളാഹ് ഹൈറാക്കട്ടെ. ഇതൊരു സൽക്കർമ്മമായിട്ട്, പടച്ചവനൊരു സൽക്കർമ്മമായിട്ട് സ്വീകരിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.